ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ റെസിപ്പീസ്. ഇതെൻ്റെ പുതിയ ചാനലാണ്. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലബാർ സ്നാക്കായ പഴം നിറച്ചത് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. നോമ്പിനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. ചായയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാം. പഴം നിറച്ചതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാഷ്നട്ട്, ഏലക്കായ, റൈസിൻസ്, ഷുഗർ ആവശ്യത്തിന്, പശുനെയ്യ്, ആവശ്യത്തിന് തേങ്ങ ചിരവിയത്, പഴം. ഞാനിവിടെ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പഴം നിറച്ചതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിനായി സ്റ്റൗ കത്തിച്ച് പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റൈസിൻസ് ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 3 ഏലക്കായ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അടുത്തതായി തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്യാം. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ റോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ തേങ്ങ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 3.5 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗർ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഓവർ ക്രിസ്പി ആവരുത്. ഇപ്പോൾ തേങ്ങ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. നെയ്യുടെ ഒക്കെ ഒരു നല്ല സ്മെല്ലുണ്ട്. പഴം ഒന്ന് പീൽ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ പഴവും പീൽ ചെയ്യാം. അപ്പോൾ ഞാൻ 3 പഴം പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പഴത്തിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. പഴം മുറിഞ്ഞു പോവാതെ നോക്കണം. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫില്ലിങ് വെക്കാൻ പാകത്തിന്. എല്ലാ പഴവും ഇങ്ങനെ വരഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ പഴവും വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് പഴം ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പാൻ ചൂടാക്കി എടുക്കണം. നെയ്യ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. എങ്കിലേ നന്നായിട്ട് വെന്ത് വരുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പഴം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പഴം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി അത് പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടാണ് ഇപ്പോൾ പഴം നിൽക്കുന്നത്.
ഇനി അടുത്ത പഴവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം എല്ലാ പഴവും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി തേങ്ങയുടെ ഫില്ലിംഗ് ഒന്ന് ഉള്ളിൽ വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ വരഞ്ഞു കൊടുത്ത ഭാഗം ഒന്ന് എടുത്തിട്ട് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചോ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. പഴം പൊട്ടിപ്പോവാണ്ട് സൂക്ഷിക്കണം. ഇപ്പം 3 പഴവും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ വേണമെങ്കിൽ കാഷ്നട്ടൊക്കെ ചേർത്ത് കൊടുക്കാം, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പഴം നിറച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു അടിപൊളി സ്നാക്കാണ്.